സൽമാന്റെ എളംകുളത്തെ വീട്ടിൽ ഇഡി പരിശോധന പൂർത്തിയായി. പരിശോധനയും വിവരശേഖരണവും 13 മണിക്കൂർ നീണ്ടു. തിയോഫിൻ ചേരുകയാണ് വിശദവിവരങ്ങളുമായി. തിയോഫിൻ, 13 മണിക്കൂർ നീണ്ട പരിശോധനയാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. അത് മാത്രമല്ല, ഒരേ സമയം 17 ഇടങ്ങളിൽ ഇന്ന് പരിശോധന ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ വിവരങ്ങൾ. പരിശോധന എന്ന് പറയുന്നത് പ്രധാനമായും ദുൽഖർ സൽമാന്റെ വീട്ടിലായിരുന്നു. അത് ചെന്നൈയിലെയും കൊച്ചിയിലെയും 2 വീടുകളിലും അങ്ങനെ 3 ഇടങ്ങളിൽ പരിശോധന നടന്നു. ഒപ്പം പൃഥ്വിരാജിന്റെ വീട്ടിലും അമിത് ചക്കാലക്കലിന്റെ വീട്ടിലുമൊക്കെ പരിശോധന നടന്നിട്ടുണ്ട്. ചില വർക്ക്ഷോപ്പുകളിലും പരിശോധന നടന്നു. അങ്ങനെ സംസ്ഥാനത്തിനുള്ളിൽ 13 സ്ഥലങ്ങളിലായിരുന്നു പരിശോധന. ആകെ 17 ഇടങ്ങളിൽ ഒരേ സമയം പരിശോധന നടന്നു. പക്ഷേ ഒരു കാര്യം ഇതിനകത്ത് ഈ പരിശോധനയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, ഇന്നലെ കസ്റ്റംസിന് ഈ വാഹന വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഭൂട്ടാനിലെ വാഹനക്കടത്ത് എന്ന പേരിൽ ഓപ്പറേഷൻ അങ്കൂറിന്റെ ഭാഗമായി നടത്തിയ ദുൽഖറിന്റെ വാഹനം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ പോയിരുന്നു. കോടതി ഈ ആവശ്യമായ രേഖകൾ പരിശോധിക്കാതെ വാഹനം തിരക്കിട്ട് പിടിച്ചുകൊണ്ടുപോയതിന് കോടതി ചോദ്യം ചെയ്തിരുന്നു. എന്തുകൊണ്ടാണത് അങ്ങനെ പിടിച്ചെടുത്ത് രേഖകൾ പരിശോധിക്കാതിരുന്നത്, വാഹനം തിരിച്ചു നൽകണം എന്നും കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഇഡി റെയ്ഡ് ഉണ്ടായിരിക്കുന്നത്. ഒരു സംശയം ഇവിടെ അവശേഷിക്കുന്നത്, ഇഡി കസ്റ്റംസിന് ഉണ്ടായ നാണക്കേട്, കസ്റ്റംസിനുണ്ടായ ക്ഷീണം, കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടി, അത് മറികടക്കാൻ ഒരു പക്ഷേ മറ്റൊരു കേന്ദ്ര ഏജൻസി ഉപയോഗിച്ചതാണെന്നൊരു സംശയം ബാക്കിയുണ്ട്. പക്ഷേ ആ റെയ്ഡ് പെട്ടെന്ന് അതൊരു വ്യാപകമായുള്ള റെയ്ഡാണ് എന്ന് സൂചിപ്പിക്കുന്നതിനായി പലയിടങ്ങളിലായി പരിശോധന നടത്തുകയും ചെയ്തു. ഇഡിയുടെ ഈ രാവിലെ 7 മണിയോടുകൂടി ചെന്നൈയിലെയും കൊച്ചിയിലെയും ഒക്കെ ദുൽഖർ സൽമാന്റെ വീടുകളിൽ ഇഡി സംഘം എത്തിയിരുന്നു. 5 ഇഡി യൂണിറ്റുകളിൽ നിന്നുള്ളവരാണ് ഈ വ്യാപകമായുള്ള ആകെ പരിശോധന, അതായത് 17 ഇടങ്ങളിൽ നടന്ന പരിശോധനയിലായി പങ്കെടുത്തത്. പക്ഷേ ദുൽഖർ സൽമാന്റെ വീട്ടിലെത്തി ഇഡി സംഘം ദുൽഖറിനോട് കൊച്ചിയിലെത്താൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് സൂചന. എന്തായാലും ചെന്നൈയിലായിരുന്നു ദുൽഖർ സൽമാൻ. ഉച്ചയോടെ കൊച്ചിയിലെത്തി 2-2:15 മണിയോടുകൂടി ദുൽഖർ എളംകുളത്തുള്ള വീട്ടിലെത്തുകയും ചെയ്തു. പിന്നീട് ഈ പരിശോധന തുടരുകയും ഒപ്പം വിവരശേഖരണങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. ദുൽഖർ സൽമാനോട് ആവശ്യമായ വിവരങ്ങൾ തേടിയ ശേഷം 8 മണിയോടുകൂടിയാണ് സംഘം മടങ്ങിയത്. അങ്ങനെ ഒരു 13 മണിക്കൂറോളം ഇഡി സംഘത്തിന്റെ പരിശോധന നീണ്ടു. വലിയ പരിശോധനയാണ് നടക്കുന്നതെന്ന് കാണിക്കാനാണ് ഇഡി ഇത് നടത്തിയെന്നാണ് സൂചന. അതോടൊപ്പം ഈ വാഹനങ്ങളുടെ ഇടപാടുകളിൽ, ഈ ഇറക്കുമതി ചെയ്ത വാഹനങ്ങൾ ഇടപാട് നടത്തിയതിൽ ഹവാല ഇടപാടുണ്ടെന്നും കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്നും ഒക്കെ ഇഡി ആരോപിക്കുന്നുണ്ട്. ഇത്തരം ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ പരിശോധന നടത്തിയത്. വ്യക്തമാണ് തിയോഫിൻ. ദുൽഖർ സൽമാന്റെ വീട്ടിലെ ഇഡി പരിശോധന പൂർത്തിയായിരിക്കുകയാണ്. 13 മണിക്കൂറുകളോളം നീണ്ട പരിശോധനയാണ് പൂർത്തിയായിരിക്കുന്നത്. തിയോഫിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.